മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായർ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയിരിക്കുന്നു. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി എം.ടി. 91 വയസ്സിൽ തന്റെ എഴുത്തും സിനിമയും ബാക്കിയാക്കി വിട പറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് ബുധനാഴ്ച രാത്രി 10 മണിക്കാണ് എം.ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ശ്വാസതടസ്സവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അദ്ദേഹത്തെ ഏറെക്കാലമായി അലട്ടിയിരുന്നു. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ 11 ദിവസങ്ങളായി എം.ടി. വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ഇതിന് പിന്നാലെ ഹൃദയസ്തംഭനം ഉണ്ടായതാണ് മരണകാരണം. എം.ടി. വാസുദേവൻ നായരുടെ മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്ത് തന്നെയുണ്ടായിരുന്നു. എം.ടി. വാസുദേവൻ നായരുടെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. എം.ടിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുവാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ വെച്ച് നടക്കും. വൈകിട്ട് 4 വരെ അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടെ സിതാര എന്ന വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കുവാനും കഴിയും. എം.ടി. വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിവരുന്ന മറ്റൊരു പേരാണ് നടൻ മമ്മൂട്ടിയുടേത്. എം.ടിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വന്ന ചിത്രവും മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന എം.ടി. വാസുദേവൻ നായരുടേതാണ്. നടൻ മമ്മൂട്ടിയും എം.ടിയും തമ്മിലുള്ള ബന്ധം മമ്മൂട്ടിയുടെ കരിയറിനോളം തന്നെ പഴക്കവും ആഴവും ഉള്ളതാണ്. തന്റെ സിനിമയിലെ നായകൻ എന്നതിലുപരിയായി അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു അച്ഛൻ മകൻ ബന്ധമാണെന്ന് പലപ്പോഴും നമ്മളെപ്പോലും തോന്നിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പ്രിയ ഗുരുവിനെ അവസാനമായി ഒന്ന് കാണുവാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കുടുംബവും എത്തുകയില്ലേ എന്ന ചോദ്യവും ആരാധകരിൽ വരികയാണ്. കാരണം എന്തെന്നാൽ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളായി മമ്മൂട്ടിയുടെ ഫാൻ പേജുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോകളിൽ നിന്നും നടൻ ഇന്ത്യയിലല്ല, നിലവിൽ അസർബൈജാനിലാണെന്നാണ് വ്യക്തമാകുന്നത്. മമ്മൂട്ടി ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിച്ചതും അസർബൈജാനിലായിരുന്നു. അതേസമയം മരണവിവരം അറിഞ്ഞ കോഴിക്കോട്ടെ സിതാരയിലേക്ക് ആദ്യം ഓടിയെത്തിയവരിൽ നടൻ മോഹൻലാലുമുണ്ട്. നേരിട്ട് ഇതുവരെയും അവസാനമായി തന്നെ ഗുരുനാഥനെ കാണുവാൻ മമ്മൂട്ടി എത്തിയില്ല എങ്കിൽ പോലും മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന അനുശോചനക്കുറിപ്പിലൂടെ വളരെ വൈകാരികമായിട്ടായിരുന്നു പ്രതികരിച്ചത്. എം.ടിയെ കുറിച്ചുള്ള മമ്മൂട്ടിയുടെ കുറിപ്പ് ഉള്ളുപൊള്ളുന്നത് തന്നെയാണ്. 4-5 മാസം മുൻപ് എറണാകുളത്ത് വെച്ച് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. എം.ടിയുടെ ഹൃദയത്തിൽ ഒരിടം ലഭിച്ചതാണ് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. 4 മാസങ്ങൾക്ക് മുൻപും പ്രിയ ശിഷ്യനെയും കുടുംബത്തെയും കാണുവാൻ എം.ടി. വാസുദേവൻ നായർ കുടുംബസമേതം എത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ്. ഈ കഴിഞ്ഞ ജൂലൈയിൽ എം.ടിയുടെ 91 പിറന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ എം.ടി. വാസുദേവൻ നായർ കുടുംബസമേതം എത്തുകയുണ്ടായി. സന്ദർശന സമയത്തെ ചിത്രങ്ങളാണ് മമ്മൂട്ടി പ്രിയ ഗുരുവിന്റെ പിറന്നാൾ ദിനത്തിൽ ജൂലൈ 15-ന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും. എം.ടി. വാസുദേവൻ നായരുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതി, മകൾ അശ്വതി, കൊച്ചുമകൻ മാധവ് എന്നിവർക്കൊപ്പം മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത്, മകനും നടനുമായ ദുൽഖർ സൽമാൻ, ദുൽഖറിന്റെ ഭാര്യ അമാൽ സുഫിയ, ഇരുവരുടെയും മകൾ മറിയം അമാൽ സൽമാൻ എന്നിവരെയും ചിത്രത്തിൽ കാണാം. അതേസമയം തന്നെ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ മുതൽ മനോരഥങ്ങൾ വരെയായി ഏകദേശം 13ഓളം സിനിമകളിലാണ് എം.ടിയും മമ്മൂട്ടിയും ഒരുമിച്ച് പ്രവർത്തിച്ചത്. തൃഷ്ണ, ആൾക്കൂട്ടത്തിൽ തന്നെ, അടിയൊഴുക്കുകൾ, അക്ഷരങ്ങൾ, ഇടനിലങ്ങൾ, അനുബന്ധം, ഒരു വടക്കൻ വീരഗാഥ, സുഹൃതം, കേരളവർമ്മ പഴശ്ശിരാജ എന്നിവ അവയിൽ ചിലത് മാത്രമാകുന്നു. എം.ടി. വാസുദേവൻ നായരുടെ ഒരു വടക്കൻ വീരഗാഥയിലൂടെയാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. മറ്റു ഭാഷകൾക്ക് കടം കൊടുത്താലും മലയാളി തിരിച്ചു വാങ്ങി സൂക്ഷിക്കുന്ന കെടാവിളക്കാണ് മമ്മൂട്ടി എന്നാണ് ഒരിക്കൽ എം.ടി തന്നെ പറഞ്ഞിട്ടുള്ളതും. സിനിമയിൽ വന്ന കാലം മുതൽക്ക് മമ്മൂട്ടിക്ക് ആരെല്ലാമോ ആയിരുന്നു എം.ടി. വാസുദേവൻ നായർ. മരണവിവരം അറിഞ്ഞയുടൻ അനുശോചനം അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ മനസ്സ് ശൂന്യമാകുന്നത് പോലെ തോന്നുന്നുവെന്നാണ് മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത്. എം.ടി കണ്ടെത്തിയ നടനാണ് മമ്മൂട്ടി എന്നും മമ്മൂട്ടി ഉദ്ദേശിച്ചാണ് എം.ടി കഥകൾ എഴുതുന്നതെന്നും ഒരിടയ്ക്ക് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പലരും എം.ടിയോട് നേരിട്ട് തന്നെ ഇക്കാര്യം ചോദിച്ചിട്ടുമുണ്ട്. ഒരു പൊതുവേദിയിൽ വെച്ച് ഇതിനുള്ള മറുപടിയായി എം.ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മമ്മൂട്ടിയിലെ നടനെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കണ്ടെത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഞാനതിന് നിമിത്തമായെന്നേയുള്ളൂ. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനതിനെ ഡിസ്കവർ ചെയ്തു എന്നതല്ല, മമ്മൂട്ടി എന്ന ടാലന്റ് ഇവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ, ആയുധാഭ്യാസം, കളരിപ്പയറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാൻ സാധിച്ചുവെന്ന് ചോദിച്ചാൽ അധ്വാനം തന്നെ എന്നാണ് ഉത്തരം. ചിലർ അഭിമുഖങ്ങളിൽ ചോദിക്കാറുണ്ട്, മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ടാണോ എഴുതിയതെന്ന്. അല്ല, മമ്മൂട്ടിയെ ഉദ്ദേശിച്ചല്ല എഴുതാറ്. പക്ഷേ എഴുതി കഴിയുമ്പോൾ ഇത് മമ്മൂട്ടി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. ഇന്നയാളുടെ തീയതി ഉണ്ടെന്ന് പറഞ്ഞ് അയാൾക്ക് പറ്റിയ കഥ വേണമെന്ന് പറഞ്ഞ് ഒരു സംവിധായകനും എന്റെ അടുത്ത് വന്നിട്ടില്ല. ഹരിഹരനോ I.V. ശശിയോ ഒന്നും എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നിട്ടില്ല എന്നും എം.ടി. വാസുദേവൻ നായർ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ അങ്ങനെ പറഞ്ഞാൽ താൻ കേൾക്കുകയുമില്ലാതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പക്ഷേ കഥ എഴുതി കഴിയുമ്പോൾ ആ കഥാപാത്രത്തിന് എന്റെ മനസ്സിലൊരു രൂപമുണ്ട്.
രൂപം, രൂപഘടന, ആകൃതി, പ്രകൃതി, ചലനം, സംസാരം എന്നിങ്ങനെ അതിന് യോജിച്ച ആളായിരിക്കും മമ്മൂട്ടി എന്നാണ് MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞത്. MT വാസുദേവൻ നായർക്ക് മുന്നിൽ അന്നും ഇന്നും ഒരു വിദ്യാർത്ഥിയുടെ അച്ചടക്കത്തോടെയും എളിമയോടെയും നിഷ്കളങ്കതയോടെയും മാത്രമേ മമ്മൂട്ടിയെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. MTയുടെ വേർപാടിൽ വേദനിക്കുകയാണ് മലയാളികൾ. സോഷ്യൽ മീഡിയ നിറയെ MTയെ കുറിച്ചുള്ള അനുശോചന പോസ്റ്റുകളാൽ നിറയുകയാണ്. സ്റ്റാറ്റസുകളായും സ്റ്റോറികളായും ഒക്കെ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് MT എന്ന ഇതിഹാസം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.